അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രേം നിറഞ്ഞ വിദ്യാർത്ഥികളെ, നമുക്കിനി പുതിയ പാഠമാണ് എടുക്കാനുള്ളത്. പക്ഷേ അതിനു മുമ്പ് ഖേദകരമായ ഒരു വസ്തുത നിങ്ങളോട് പങ്കുവെക്കുകയാണെങ്കിൽ, നേരത്തേക്കാൾ ഗ്രൂപ്പിലെ പ്രതികരണങ്ങൾ വളരെ കുറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്നും കൂടെ വിഷയങ്ങളൊക്കെ ഒന്ന് ഗൗരവമായിട്ടെടുക്കണമെന്ന് അറിയിക്കുകയാണ്. കഴിഞ്ഞ പരീക്ഷൻ്റെ റിസൾട്ടൊക്കെ എല്ലായിടത്തും ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒരു പാഠമായി കണ്ടിട്ട് ഒന്ന് നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരണമെന്ന് അറിയിക്കുകയാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ള പാഠം ഇബ്രാഹിം യൂസുഫിൻ്റെ ടിപ്പു സുൽത്താൻ എന്ന അതിസുന്ദരമായ ഒരു നാടകമാണ്. ടിപ്പു സുൽത്താൻ്റെ ചരിത്രം തന്നെയാണ്. ആ ചരിത്രം നാടക രൂപത്തിൽ അവതരിപ്പിക്കുന്നു എന്ന് മാത്രം. നാം നോക്കുക അല്ലേ. ഇബ്രാഹിം യൂസുഫ് 1921 से 2001 तक 1921 മുതൽ 2001 വരെ ജീവിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. അസൽ നാം മുഹമ്മദ് ഇബ്രാഹിം ഖാൻ, യഥാർത്ഥ നാമം മുഹമ്മദ് ഇബ്രാഹിം ഖാൻ. കലമി നാം ഇബ്രാഹിം യൂസുഫ് था, അദ്ദേഹത്തിൻ്റെ പെൻനെയിമാണ് ഇബ്രാഹിം യൂസുഫ് എന്നത്. ഭോപ്പാൽ के एक मुअज़्ज़ज़ പഠാൻ ഖാൻദാൻ में पैदा हुए. പഠാൻ, ഇർഫാൻ പഠാൻ, യൂസുഫ് പഠാൻ, ഇതൊക്കെ നിങ്ങൾ കേട്ടാവും. പഠാൻ കുടുംബം നിങ്ങൾ നേരത്തെ കേട്ട് പരിചയമുള്ളതായിരിക്കും. ഭോപ്പാലിലെ ഒരു വളരെ ബഹുമതി ലഭിക്കപ്പെടുന്ന ഒരു കുടുംബം, ബഹുമാനിതരായ ഒരു കുടുംബം, പഠാൻ കുടുംബത്തിലാണ് അവർ ജനിച്ചത്. ഇബ്തിദായി और സാനവി താലീം ഭോപ്പാൽ में, അവരുടെ പ്രൈമറി സെക്കൻഡറി വിദ്യാഭ്യാസം ഭോപ്പാലിലും और ആല താലീം ഹയർ എഡ്യൂക്കേഷന് ഇൻഡോർ में हासिल की, ഇൻഡോറിൽ വെച്ചിട്ടാണ് കരസ്ഥമാക്കിയത്. ज़माने ത്വാലിബ इल्मी से ही अफसाना लिखकर अदबी ज़िंदगी का आगाज़ किया. തൻ്റെ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ തന്നെ ചെറുകഥകൾ എഴുതിയിട്ട് തൻ്റെ സാഹിത്യ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. महकमे तालीमात हुकूमत मध्य प्रदेश से वाबस्ता रहे. എഡ്യൂക്കേഷൻ മിനിസ്ട്രി ഓഫ് മധ്യപ്രദേശ് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുകയും അങ്ങനെ അതുമായി ചേർന്ന് നിൽക്കുകയും और പ്രിൻസിപ്പൽ के ओहदे से सबकशुद हुए. അങ്ങനെ സബക്ഷൂദ് ഹോന എന്ന് പറഞ്ഞാൽ ഫായിസ് ഹോന എന്നാണ് അർത്ഥം. ഫാരി ഹോന എന്നർത്ഥം. ഫായിസ് ഹോന എന്നല്ല, ഫാരി ഹോന എന്നർത്ഥം. അഥവാ അങ്ങനെ എഡ്യൂക്കേഷൻ മിനിസ്ട്രിയിൽ അദ്ദേഹത്തിന് സ്ഥാനം കിട്ടിയപ്പോൾ അദ്ദേഹം പ്രിൻസിപ്പൽ എന്ന തസ്തികയിൽ നിന്ന് അദ്ദേഹം വിരമിക്കുകയും ചെയ്തു. ഫാരി ഹുയെ, സബക്ഷൂദ് ഹുയെ, ഫാരി ഹുയെ. ഉൻക അസൽ നാം, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം ഉൻക അസൽ മൈദാൻ ഡ്രാമ നികാരി ഹെ. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ മൈതാനം, അദ്ദേഹത്തിൻ്റെ ഫീൽഡ്, ഏറ്റവും ഇൻട്രസ്റ്റീവ് ആയിട്ടുള്ള ഫീൽഡ് എന്നത് അത് ഡ്രാമ എഴുത്ത് എന്നതാണ്. ഉൻകെ ഡ്രാമോക്കെ 7 മജ്മുഅ ഷായി ഹോ ചുക്കെ ഹെ. അദ്ദേഹത്തിൻ്റെ 7 ഡ്രാമകൾ പ്രസിദ്ധീകൃതമായിട്ടുണ്ട്. ജിന്മേ സൂഖ്യ ദറഖ്ത്, അതിൽപ്പെട്ടതാണ് സൂഖ്യ ദറഖ്ത്, ധുയിൻ കെ ആഞ്ചൽ, 5-6 ഡ്രാമ അഹം ഹെ. ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. ഏക് നോവൽ ആബിലെ ഓർ മൻസിലെ ഷായി ഹുവ. അദ്ദേഹത്തിൻ്റെ ഒരു നോവൽ ആബിലെ ഓർ മൻസിലെ എന്ന പേരിൽ പ്രസിദ്ധീകൃതമായിട്ടുണ്ട്. ഡ്രാമ കെ ഫൻ ഓർ താരീഖ് പർ ഉൻകി ഗഹരി നസർ ഥി. അദ്ദേഹത്തിന് ഡ്രാമ എന്നുള്ള കലയോടും അതുപോലെ ചരിത്രത്തോടും, ചരിത്ര രൂപത്തിൽ ഡ്രാമ അവതരിപ്പിക്കുന്നതിലും ഒരു ഗാഢമായ ഒരു വീക്ഷണം അദ്ദേഹത്തിന്, അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇസ്സെ മുതാലിക് കൈ കിതാബേ ഷായി ഹോ ചുക്കെ ഹെ. ഇതുമായി ബന്ധപ്പെട്ട് അഥവാ ഈ രൂപത്തിലുള്ള ധാരാളം പുസ്തകങ്ങളും പ്രസിദ്ധീകൃതമായിട്ടുണ്ട്. ഉन्होंने 150 से ज़्यादा ഉറുദു एक ബാബി ഡ്രാമ തഹരീർ കിയെ ഹെ. അദ്ദേഹം 150-ലധികം ബാബുകളുള്ള 150-ലധികം
ഒരൊറ്റ ചാപ്റ്ററിലായിട്ടുള്ള ഡ്രാമകൾ രചിച്ചിട്ടുണ്ട്. उनके बाज़ ड्रामे भोपाल, इंदौर और मुंबई में സ്റ്റേജ് കിയേ ചുക്കേ ഹെ. അദ്ദേഹത്തിൻ്റെ ചില ഡ്രാമകൾ ഭോപ്പാലിലും ഇൻഡോറിലും മുംബൈയിലും വെച്ച് സ്റ്റേജിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. उनकी अदबी खिदमात के एतराफ़ में उन्हें मध्य प्रदेश हुकूमत का इकबाल समा मीर तकी मीर अवार्ड और ईवान गालिब का गालिब अवार्ड दिया जा चुके हैं. അദ്ദേഹത്തിൻ്റെ സാഹിത്യ സംഭാവനകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് മധ്യപ്രദേശ് ഗവൺമെൻറ് ഇഖ്ബാൽ സമ, മീർ തക്കി മീർ അവാർഡ്, അതുപോലെ ഈവാനെ ഗാലിബ് എന്ന സംഘടന ഗാലിബ് അവാർഡ് അദ്ദേഹത്തിന് നൽകപ്പെട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പാഠത്തിലേക്ക് പ്രവേശിക്കാം. ടിപ്പു സുൽത്താൻ എന്ന ഈ പാഠം, അതിലെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ്, അതിലെ നടന്മാർ ആരൊക്കെയെന്ന് നോക്കാം. സുൽത്താൻ. ആരാണ് സുൽത്താൻ? സുൽത്താൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അബുൽ ഫത്തഹ് അലി ടിപ്പു ഉർഫ് ടിപ്പു സുൽത്താൻ. അബുൽ ഫത്തഹ് അലി ടിപ്പു എന്ന ടിപ്പു സുൽത്താൻ എന്നറിയപ്പെടുന്ന നമുക്കെല്ലാവർക്കും സുപരിചിതനായ മഹാനായ ടിപ്പു സുൽത്താൻ, ഷഹീദ് ടിപ്പു സുൽത്താൻ അവറുകൾ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, അവരെയാണ് ഇതിലെ സുൽത്താൻ എന്ന ഒരു ക്യാരക്ടറായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ മീർ സ്വാദിഖ് ബദിറുസ്സമാൻ ഹാഫിസ്, സുൽത്താൻ കെ ഗദ്ദാർ ഓഫിസറാൻ. മീർ സ്വാദിഖും ബദിറുസ്സമാൻ ഹാഫിസും മഹാനായ ടിപ്പു സുൽത്താൻ്റെ വഞ്ചകരായ ഓഫീസർമാരാണ് ഇവരൊക്കെ. പിന്നെ അതുപോലെ പൂർണ്ണയ്യ ബദ്രുസ്സമാന്, മീർ സ്വാദിഖ്. പിന്നെ സീപു ലാലി സയ്യിദ് ഗഫാർ, സുൽത്താൻ കെ വഫാദാർ ഓഫീസറാൻ. സീപു ലാലി സയ്യിദ് ഗഫാർ എന്നിവർ സുൽത്താൻ്റെ വിശ്വസ്തരായ ഓഫീസർമാരാണ്. പിന്നെ അബ്ദുൽ ഖാലിഖ് മുഇസുദ്ദീൻ എന്നിവർ സുൽത്താൻ കെ ലഡ്കെ, ഇവർ സുൽത്താൻ്റെ മക്കൾ. അബ്ദുൽ ഖാലിഖ് മുഇസുദ്ദീൻ എന്നിവർ സുൽത്താൻ്റെ മക്കളാണ്. പിന്നെ വേറെ കാര്യപ്പെട്ട പേരുകൾ വേറെ വരുന്നുണ്ട്. അഹമ്മദ് ഖാൻ, രാജാ ഖാൻ, ചോബ്ദാർ, നുജൂമി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? നുജൂമി എന്ന് പറഞ്ഞാൽ ജ്യോത്സ്യൻ, ബ്രഹ്മൻ ലടുക്കി, പിന്നെ ബ്രഹ്മനായിട്ടുള്ള ഒരു പെണ്ണ്, പിന്നെ സിപ്പാഹി, പട്ടാളക്കാരന് വഗേറ, അങ്ങനെ മറ്റ് ചില അപ്രശസ്തമായ ചില ക്യാരക്ടേഴ്സും ഇതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. സുൽത്താൻ കെ മുഹൽ സെ കുച്ച് ഫാസിലെ പർ എക് ഛോട്ടാ സാ ഖൈമ, സുൽത്താൻ്റെ കൊട്ടാരത്തിന് കുറച്ച് അകലെയായിട്ട് ചെറിയൊരു ടെൻറ്റ്, ജിസ്കെ സാമനെ കുച്ച് കുർസിയാൻ പടി ഹെ. അപ്പോൾ ഇതെന്താ വെച്ചാൽ നാടകമാണല്ലോ, നാടകത്തിൽ സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന ഒരു രംഗം. അപ്പോൾ ഒരു കൊട്ടാരത്തിൻ്റെ സീൻ ഇങ്ങനെ കാണിക്കുന്നു. അതിന് മുമ്പ് ഒരു ടെൻറ്റ്, അതിൻ്റെ മുന്നിൽ കുറച്ച് കസേരകളും കിടക്കുന്നുണ്ട്. കുർസിയാൻ പഠിക്കാൻ കുർസി പർ ടിപ്പു സുൽത്താൻ, അതിൽപ്പെട്ട ഒരു കസേരയിൽ ടിപ്പു സുൽത്താൻ ഉണ്ട്. ബാക്കി പർ സുൽത്താൻ കെ കുച്ച് ഓഫീസർ ബൈഠേ ഹെ, മറ്റു കസേരകളിൽ സുൽത്താൻ്റെ ചില ഓഫീസർമാരും ഇരിക്കുന്നുണ്ട്. കുച്ച് സിപ്പാഹി പെഹറെ പർ ഖഡേ ഹെ, കുറച്ച് പട്ടാളക്കാർ കാവൽക്കാരായിട്ട് നിൽക്കുന്നുണ്ട്. സുൽത്താൻ കിസി കാ ഇൻതിസാർ കർ രഹാ ഹെ, സുൽത്താൻ ആരെയോ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സുൽത്താൻ നസറേ ഉഠാക്കർ സബ് ലോഗോं की तरफ देखता है, സുൽത്താൻ കണ്ണുകളെടുത്ത് എല്ലാവരിലേക്കൊന്ന് നോക്കുകയാണ്. പിന്നെ അങ്ങനെ സുൽത്താൻ ഇങ്ങനെ എല്ലാവരെയും ഒന്ന് നോക്കുകയാണ്. അവിടെ കാവൽക്കാരായിട്ട് കുറച്ച് പട്ടാളക്കാരുണ്ട്, കുറച്ച് ചെയർ, അതിൽ കുറച്ച് ഓഫീസർമാരുണ്ട്. ഇതൊക്കെയാണ് രംഗം. ഇനി നമുക്ക് ബാക്കി നോക്കാം. മീർ സ്വാദിഖ്. അന്നേരത്തെ മീർ സ്വാദിഖ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മുടെ ക്യാരക്ടേഴ്സിൻ്റെ സ്വഭാവം, ഇതിലെ നടന്മാരെ സ്വഭാവം. മീർ സ്വാദിഖ് എന്ന് പറഞ്ഞാൽ വഞ്ചകരായ ഓഫീസറിൽപ്പെട്ട ആളാണ്. അപ്പോൾ അതൊക്കെ പ്രത്യേകം മനസ്സിലാക്കാൻ കേട്ടോ. ഇതിൽ വഞ്ചകരേര്, സത്യസന്ധരാര് എന്നൊക്കെ പ്രത്യേകം മനസ്സിലാക്കണം. മീർ സ്വാദിഖ് ഖഡേ ഹോക്കർ, മീർ സ്വാദിഖ് എണീറ്റ്, ആയില ഹസ്രത്ത് രാജാവേ, മീർ കമറുദ്ദീൻ ദുഷ്മൻ കെ പീछे लगे हुए हैं,
മീർ ഖമറുദ്ദീൻ എന്നവർ ശത്രുക്കളുടെ പിന്നാലെ കൂടിയിട്ടുണ്ട്. ശത്രുക്കളുടെ പിന്നിൽ കൂടിയിട്ടുണ്ട്, അഥവാ ശത്രുപക്ഷത്ത് നിൽക്കുകയാണവൻ. മീർ ഖമറുദ്ദീൻ സുൽത്താൻ. അപ്പം അന്നേരം സുൽത്താൻ പറയാണ്, ഉൻഹുന്നെ ദുഷ്മൻ കോ രാസ്തേമേ നെഹി റോക്ക, അവർ ശത്രുക്കളെ വഴിയിൽ വെച്ച് തടഞ്ഞതില്ല. ഉൻകി തറഫ് സെ ഹമാര അഷ്ക് ജായിസ് ഹെ, ഹമാര ഷക്ക് ജായിസ് ഹെ, അവൻ്റെ പക്ഷത്ത് നമ്മുടെ സംശയം അനുവദനീയമാണ്, അഥവാ അവനെ നമുക്ക് സംശയിക്കാവുന്നതാണ് അവൻ്റെ പെരുമാറ്റങ്ങളൊക്കെ. അപ്പോൾ ഓന് ശത്രുപക്ഷത്ത് ചേർന്നിട്ടുണ്ടോ എന്നത് നമുക്ക് സംശയിക്കാം. നേരത്തെ മീർ സാദിഖ് ഷഹസാദ ഫത്ത് ഹൈദർ കെ സാത്ത് ബി, ഷഹസാദ ഫത്ത് ഹൈദർ കെ സാത്ത് ബി ഏക് ബഡി ഫൗജ് ഹെ, രാജകുമാരൻ ഫത്ത് ഹൈദർ എന്നിവരുടെ കൂടെയും ഒരു വലിയ സൈന്യമുണ്ട്. ജൂഹി ദുഷ്മൻ കി പുഷ്ത് പർ ആയെങ്കിൽ, അവരും ശത്രുക്കളുടെ പിന്നാലെ വരും. ഹം മൗത്ത് കെ ഫരിഷ്തെ ബൻകർ ദുഷ്മൻ പർ ടോഡ് പടേങ്കെ, ഹം മൗത്ത് കെ ഫരിഷ്തെ ബൻകർ, നാം മരണത്തിൻ്റെ മാലാഖമാരായിട്ട് ദുഷ്മൻ പർ ടോഡ് പടേങ്കെ, ശത്രുക്കളുടെ മേൽ അക്രമം നടത്തും, യുദ്ധം ചെയ്യും. ദുഷ്മൻ പർ ടോട്ട് പഠന എന്ന് പറഞ്ഞാൽ ദുഷ്മൻ പർ ഹംല കർണ എന്നാണ് അർത്ഥം. ദുഷ്മൻ പർ ടോട്ട് പഠന എന്ന് പറഞ്ഞാൽ ദുഷ്മൻ പർ ഹംല കർണ, യുദ്ധം ചെയ്യുക, അക്രമം നടത്തുക. അപ്പോൾ നമ്മൾ ഒരു മരണത്തിൻ്റെ മാലാഖമാരായിട്ട് ഒന്നിച്ച് ശത്രുക്കൾക്കെതിരെ യുദ്ധം ചെയ്യും എന്നാണ് മീർ സാദിഖ് പറഞ്ഞത്. അപ്പോൾ രാജാവിന് ഒരു ധൈര്യം കൊടുക്കുകയാണ്, നമ്മളെല്ലാവരും ഒന്നിച്ച് നിന്നാണ് യുദ്ധം ചെയ്യുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് ദുഷ്മൻ പർ ടോട്ട് പഠന എന്നുള്ളൊരു മുഹാവറാണ്. ലാലി, അന്നേരത്ത് ലാലി നിഫ്രത് സെ, വെറുപ്പോടുകൂടെ, അഥവാ പറഞ്ഞതിൽ താല്പര്യമില്ലാതെ, മീർ സാദിഖ് കോ ദേഖർ, മീർ സാദിഖിനെ നോക്കിയിട്ട്, അഗർ കിലേ കി ഹിഫാസത്ത് ഹമാരെ സുപർദ് കർനെ കി തജ്വീസ് ആല ഹസരത് को पसंद नहीं तो फिर बेहतर है कि हम सब फ्रांसियों को पकड़कर अंग्रेज़ों के हवाले कर दें, वो हमारे निकल जाने पर सुलह की बातें करेंगे, उन्हें हमसे ही दुश्मन है. അപ്പോൾ മീർ സാദിഖിനോട് വളരെ വെറുപ്പോടുകൂടെ അങ്ങോട്ട് തിരിഞ്ഞ് പറയാണ്, അഗർ കിലേക്ക് ഹിഫാസത്ത് ഹമാരെ സുപർദ് കർണേക്ക് തജ്വീസ്, ഈ കൊട്ടാരത്തെ സംരക്ഷിക്കുവാൻ, കൊട്ടാരത്തിന് കാവൽ നിൽക്കുവാനുള്ള ഒരു അഭിപ്രായം, കൊട്ടാരത്തിന് കാവൽ നിൽക്കാൻ നമ്മളെ ഏൽപ്പിക്കുക. ഹമാരെ സുപർദ് കർണ എന്ന് പറഞ്ഞാൽ ഏൽപ്പിക്കുക. അപ്പോൾ കൊട്ടാരത്തിന് കാവൽ നിൽക്കാൻ നമ്മെ ഏൽപ്പിക്കുക എന്ന തജ്വീസ്, എന്ന അഭിപ്രായം, തജ്വീസ് പറഞ്ഞാൽ റായ, ആ ഒരു അഭിപ്രായം ആല ഹസ്രത് കോ പസന്ദ് നഹി തോ, ആല ഹസ്രത്ത് അഥവാ ടിപ്പു സുൽത്താന് താല്പര്യമില്ല എങ്കിൽ ഫിർ ബെഹ്തർ ഹേ, അങ്ങനെ ഞങ്ങളെ കൊട്ടാരം സംരക്ഷിക്കാൻ ഞങ്ങളെ ഏൽപ്പിക്കാൻ ആല ഹസ്രത്തിന് താല്പര്യമില്ല എങ്കിൽ പിന്നെ ബെഹ്തർ ഹേ, പിന്നെ ഏറ്റവും നല്ലത് എന്താണ്, കെ ഹം സബ് ഫ്രാൻസിയോ കോ പക്കഡ്കർ, നാം എല്ലാവരും ഫ്രാൻസിസിയോ കോ പക്കഡ്കർ, ഫ്രാൻസിസുമാരെ പിടിച്ചിട്ട് അംഗ്രീസോं के हवाले करते हैं, നമുക്ക് ബ്രിട്ടീഷുകാരെ ഏൽപ്പിക്കാം. वो हमारे निकल जाने पर सुलह की बात करेंगे, അവർ നമ്മൾ തിരിച്ചു പോകുവാൻ വേണ്ടിയിട്ട് സന്ധിയുടെ സംസാരങ്ങൾ നടത്തിയേക്കും, സന്ധിക്ക് വേണ്ടി അവർ തയ്യാറായിരിക്കും. ഉനെ ഹംസേ ഹി ദുഷ്മനി ഹേ, അവർക്ക് നമ്മോട് മാത്രമാണ് ശത്രുതയുള്ളത്. ഫ്രാൻസിസുമാരെ പിടിച്ചിട്ട് അവരുടെ മുന്നിൽ വെക്കുകയാണെങ്കിൽ നമ്മോട് അവർ സന്ധി ചെയ്യാൻ തയ്യാറായി വരും. സുൽത്താൻ, അന്നേരത്തെ സുൽത്താൻ, आप अपना वतन छोड़कर हमारे बुलाने पर यहाँ आए हैं, നിങ്ങൾ നിങ്ങളുടെ നാട് വിട്ടിട്ട് നമ്മൾ വിളിച്ചതിൻ്റെ പേരിൽ ഇവിടെ വന്നതാണ്. കസം ഹേ, സത്യം, ഞാൻ സത്യം ചെയ്യുന്നു.
വഹദഹുല ഷരീക്കാക്കി. വഹദഹുല ഷരീക്കി അള്ളാഹുവിൻ്റെ, വഹദഹുല ഷരീക്കി എന്ന് പറഞ്ഞാൽ ഖസം ഹേ വഹദഹുല ഷരീക്കി, അള്ളാഹുവിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. അഗർ പൂരി സൽത്തനത്ത് ബി തബാഹ് ഹോ ജായേ, ഈ രാജ്യം മുഴുവനായിട്ട്, ഈ കിങ്ഡം മുഴുവനായിട്ട് തന്നെ തബാഹ് ഹോ ജായേ നശിച്ചു പോയാലും തബ് ബി ഹം ഐസാ നഹി കരേങ്കെ, അപ്പോഴും നമ്മൾ ഒരിക്കലും ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുകയില്ല, ഇത്തരം പ്രവർത്തനങ്ങൾ നാം ഏർപ്പെടുകയില്ല. അപ്പം അങ്ങനെയൊന്നും വേണ്ട എന്നാണ് ടിപ്പു സുൽത്താൻ്റെ അഭിപ്രായം. ഏക്ക് ചോബ്ദാർ ദാഖിൽ ഹോക്കർ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ക്യാരക്ടേഴ്സിൽ ഒരു ചോബ്ദാർ എന്നാണ്. ചോബ്ദാർ പറഞ്ഞാൽ ഒരു അനൗൺസർ, ഒരു വിളംബരം നടത്തുന്ന ആൾ, രാജാവിൻ്റെ രാജാവിൻ്റെ കൽപ്പനകളൊക്കെ വിളംബരം നടത്തുന്ന ഒരാൾ. ഏക് ചോബ്ദാർ ദാഖിൽ ഹോക്കർ, അയാൾ അകത്തേക്ക് പ്രവേശിച്ചുകൊണ്ട് ചോബ്ദാർ പറയുകയാണ്, സുൽത്താൻ ക ഇഖ്ബാൽ ബുലന്ദ് ഹോ, സുൽത്താൻ്റെ സ്വീകാര്യത ഉയരട്ടെ. സുൽത്താൻ നസറെ ഉഠാക്കർ ചോബ്ദാർ കോ ദേഖ്താ ഹെ, സുൽത്താന് തൻ്റെ കണ്ണുകൾ ഉയർത്തിക്കൊണ്ട്, തൻ്റെ ദൃഷ്ടികൾ ഉയർത്തിക്കൊണ്ട് ചോബ്ദാറിനെ നോക്കുകയാണ്. ഏക് ബ്രഹ്മൺ നുജൂമി ഇസ് വക്ത് ബാരിയാബി ചാഹ്താ ഹെ, ഒരു ബ്രഹ്മൺ ജ്യോത്സ്യൻ ഇസി വക്ത്, ഈ സമയം ബാരിയാബി ചാഹ്താ ഹെ, നിങ്ങളെ കാണാൻ, രാജാവിനെ മുലാഖാത്ത് ചെയ്യാൻ ചാഹ്താ ഹെ, ആഗ്രഹിക്കുന്നുണ്ട്. ഇസി വക്ത് ബാരിയാബി ചാഹ്താ ഹെ, ബാരിയാബി എന്ന് പറഞ്ഞാൽ മുലാഖാത്ത്, നിങ്ങളെ കാണാൻ, കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഒരു ബ്രഹ്മൺ ജ്യോത്സ്യൻ നിങ്ങളെ കാണാൻ ഉദ്ദേശിക്കുന്നുണ്ട് രാജാവേ എന്ന് ആ ചോബ്ദാർ വന്ന് പറയാണ്. സുൽത്താൻ, അന്നേരത്തെ സുൽത്താൻ പറയുകയാണ്, ഇജാസത്ത് ഹേ, ആ ബ്രഹ്മണിന് കടന്നു വരാൻ അനുവാദം കൊടുക്കൂ. ചോബ്ദാർ വാപ്പസ് ചലാ ജാത്താ ഹേ, ആ ചോബ്ദാർ, ആ വിളംബരക്കാരൻ തിരിച്ചു പോവുകയാണ്. സുൽത്താൻ അങ്ങനെ സുൽത്താൻ ലാലി ഓർ സീപ്പു കി തറഫ് ദേഖ്കർ, രാജാവ് ലാലി ഓർ സീപ്പുവിൻ്റെ നേരെ നോക്കിയിട്ട് പറയാണ്, അഗർ ഹംകോ ആപ് ജൈസെ ചാർ വഫാദാർ മിൽ ജായേ തോ, നമുക്ക് നിങ്ങളെപ്പോലത്തെ 4 സത്യസന്ധരായ ആളുകളെ കിട്ടുകയാണെങ്കിൽ, ഖുദാ കി കസം, ദൈവം തന്നെ സത്യം, ഹം ഹിന്ദുസ്ഥാനിയോ കോ ഫറങ്കിയോ കി ഗുലാമി സെ ബച്ചാ ലേത്തെ, നാം ഈ ഇന്ത്യക്കാരെ പറങ്കിപ്പടയുടെ അടിമത്തത്തിൽ നിന്ന് നാം മോചിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് അവിടുന്ന് സത്യസന്ധനായ നിഷ്കളങ്കനായ ടിപ്പു സുൽത്താൻ അവരുടെ കൂടെയുണ്ടായിരുന്ന വിശ്വസ്തരായ ആ സീപ്പു ലാലുവിനോട് പറയുകയുണ്ടായി. കുച്ച് ദേർ ഖാമോഷ് രഹ്നെ കെ ബാദ്, കുറച്ചു നേരം നിശബ്ദനായ ശേഷം പറയുകയാണ്, സീപ്പു ലാലി യേ ബഹുത് നാസുക് വക്ത് ഹെ, ഇതുവരെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള, വളരെ അടങ്ങേറുടിച്ചൊരു സമയമാണ്. ഹമേ 24 ഘണ്ടെ മോർച്ചോं पर होशियार रहना चाहिए, നമുക്ക് 24 മണിക്കൂറും 24 ഘണ്ടെ, നമുക്ക് 24 മണിക്കൂറും, മൂർച്ച എന്ന് പറഞ്ഞാൽ ജംഗ് കാ മൈദാൻ, യുദ്ധഭൂമി, രണാങ്കണം എന്നാണ് മൂർച്ച എന്ന് പറഞ്ഞ അർത്ഥം. നമുക്ക് 24 മണിക്കൂറും ഈ രണാങ്കണത്തിൽ വളരെ അവെയറായിക്കൊണ്ട്, വളരെ ജാഗ്രതനായിക്കൊണ്ട് രഹ്ന ചാഹിയെ നിൽക്കേണ്ടതുണ്ട്. ലാലി, അന്നേരത്ത് ലാലി, വിശ്വസ്തനായ ലാലി പറയുകയാണ്, ഹം മുഖദ്ദസ് കുമാരി की कसम खाकर कहते हैं कि जान दे देंगे मगर गद्दारी और बेवफाई नहीं करेंगे. അന്നേരം പറയാണ്, ഹം മുഖദ്ദസ് കുമാരി, പരിശുദ്ധ കന്യക അഥവാ മറിയം ബീവിയെ കൊണ്ട്, ലാലി എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനി ആയിരിക്കും, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, നാം മറിയം ബീവിയെ കൊണ്ട് കസം ചെയ്ത് പറയുന്നു, ഞാൻ സത്യം ചെയ്ത് പറയുന്നു, കെ കുൻവാരി എന്നുള്ള കുമാരി എന്നാണ് വായിക്കേണ്ടത്, കെ ജാൻ ദേ ദേങ്കെ, നാം നമ്മുടെ ജീവൻ തന്നെ നൽകാം, മഗർ ഗദ്ദാരി ഓർ ബേവഫായി നഹി കരേങ്കെ, എന്നാലും ഗദ്ദാരി എന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹം, ഗദ്ദാരി എന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹവും, ഓർ ബേവഫായി അതുപോലെ കരാർ ലംഘനവും, അല്ലെങ്കിൽ കരാർ ലംഘനവും നഹി കരേങ്കെ, ഒരിക്കലും നാം ചെയ്യില്ല.
ലാലി ഓർ സീപ്പു സലാം കർത്തേ ഹെ. അന്നേരം ലാലിയും സീപ്പുവും രാജാവിനോട് സലാം പറയുന്നു. ഓർ തേസ് തേസ് ഖദമോൻ സെ ചലേ ജാത്തെ ഹെ. അതുപോലെ വേഗം വേഗം തേസ് തേസ് ഖദമോൻ വേഗം വേഗം കാലടികൾ വെച്ചുകൊണ്ട് ചലേ ജാത്തെ ഹെ അവിടുന്ന് കടന്നു പോകുന്നു. ഉസി വക്ത് അതേ സമയത്ത് തന്നെയാണ് ചോബ്ദാർ കെ സാത്ത് നുജൂമി ആത്താ ഹെ. ആ ചോബ്ദാറിൻ്റെ കൂടെ അവരങ്ങ് പോയ ഉടനെയാണ് ചോബ്ദാറിൻ്റെ കൂടെ ആ നുജൂമി ആ ജ്യോത്സ്യൻ കടന്നു വരുന്നു. ഓർ ഝുക്കർ സലാം കർത്താ ഹെ. അങ്ങനെ കുനിഞ്ഞുകൊണ്ട് രാജാവിനോട് സലാം പറയുകയാണ് നുജൂമി. അങ്ങനെ ജ്യോത്സ്യൻ പറയുകയാണ് മഹാരാജ് കി ജയ് ഹോ, മഹാരാജ് ജയ് ഹോ എന്ന് മഹാരാജിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അവിടുന്ന് ആ ജ്യോത്സ്യൻ പറഞ്ഞു. അങ്ങനെ ആ ജ്യോത്സ്യന് എന്തോ ഗൗരവമുള്ള എന്തോ കാര്യം പറയാനാണ് വന്നിട്ടുള്ളത്. കുച്ച് ദേർ റുക്കർ, കുറച്ചു നേരം ഇങ്ങനെ നിന്നുകൊണ്ട് മേരി ജ്യോതിഷ് വിദ്യ ബതാത്തി ഹെ, എൻ്റെ ജ്യോതിഷവിദ്യ എന്നോട് പറയുന്നത്, എനിക്ക് പഠിപ്പിച്ചു തരുന്നത് കെ ആജ് കാ ദിൻ അന്താദാ കെ ലിയെ അശുഭ് ഹെ. ഇന്ന് അന്താദ എന്ന് പറഞ്ഞാൽ എല്ലാം നൽകുന്നവൻ അഥവാ പ്രഭു, രാജാവ് അല്ലെങ്കിൽ മാലിക്കുൽ മുൽക്ക് എന്നൊക്കെയാണ് അന്താദ എന്നാൽ അർത്ഥം. ഇവിടെ ഉദ്ദേശിക്കുന്നത് ടിപ്പു സുൽത്താൻ, ഈ രാജാവ് പ്രഭു എന്നുള്ള ആ ഒരു അർത്ഥമാണ് അന്താദ. അന്താദ കേലി അശുഭ് ഹെ, ഇന്നേ ദിവസം നിങ്ങൾക്കൊരു അശുഭമായ ഒരു ദിവസമാണ് രാജാവേ. സുൽത്താൻ അത് കേട്ട് രാജാവ് കുച്ച് ഖാമോഷ് രഹ്കർ പൂർണ്ണയ്യ കി തറഫ് ദേഖ് കർ, കുറച്ചു നേരം നിശബ്ദനായിക്കൊണ്ട് വഞ്ചകനായ ഓഫീസറായ പൂർണ്ണയ്യയുടെ നേരെ നോക്കിയിട്ട് പൂർണ്ണയ്യ കി തറഫ് ദേഖ് കർ पटन के सन्यासी को एक हाथी, एक थैला तिल और 200 रुपये फ़ौरन दे दिए जाएं. ഈ പട്ടിനിലെ സന്യാസിക്ക് ഒരു ആനയും അതുപോലെ ഒരു एक थैല ഒരു സഞ്ചിയും തിൽ ഒരു കുറച്ച് ഭൂമിയും ഓർ 200 രൂപയെ അങ്ങനെ 200 രൂപയും ഫൗറൻ ദേ ജായൻ, അദ്ദേഹത്തിന് വേഗം തന്നെ അദ്ദേഹത്തിന് നൽകിക്കോളൂ അങ്ങനെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിനുള്ള പ്രൈസ് ഈ ഒരു നുജൂമിക്ക് രാജാവിന് ഇങ്ങനെ ഒരു കാര്യം അറിയിച്ചു തന്നതിനുള്ള ഒരു പ്രൈസ് നൽകുകയാണ്. അങ്ങനെ പൂർണ്ണയ്യ സുൽത്താൻ കാ ഹുക്കും സർ ആംഖോം പർ ഫൗറൻ താമീൽ കി ജായേഗി. അപ്പോൾ പൂർണ്ണയ്യ പറയാണ്, രാജാവേ നിങ്ങളുടെ വിധികൾ, സുൽത്താൻ കാ ഹുക്കും രാജാവിൻ്റെ വിധി, സറേ ആംഖോം പർ കൺമുന്നിൽ വെച്ച് തന്നെ, ഫൗറൻ വേഗം രാജാവിൻ്റെ കൺമുന്നിൽ വെച്ച് തന്നെ, ഫൗറൻ വേഗം തന്നെ, താമീൽ കി ജായേഗി പ്രാവർത്തികമാക്കപ്പെടുമെന്ന് പൂർണ്ണയ്യ അവിടുന്ന് പറഞ്ഞു. അന്നേരത്തെ സുൽത്താൻ പറയുകയാണ്, ദീഗർ ബ്രഹ്മണോക്കോ 90 രൂപയെ, എന്നാൽ മറ്റുള്ള ബ്രഹ്മണന്മാർക്ക് 90 രൂപ വീതവും, ഓർ ഏക് സിയാഹ് ബേൽ അതുപോലെ ഒരു കറുത്ത കാളയും, ബക്രി അതുപോലെ ഒരു കാളയും പശുവും, കാളയും ആടും, ബക്രി എന്ന് പറഞ്ഞാൽ ആടും, കപ്പടെ വസ്ത്രവും, ഓർ തിൽ അതുപോലെ ഒരു തെല്ല് ഭൂമിയും ദേനേക്ക ഇൻതിസാം കിയാ ജായെ, എന്നാൽ മറ്റുള്ള ബ്രാഹ്മണന്മാർക്കും ഇതെല്ലാം കൊടുക്കാൻ ഇൻതിസാം കരെ, അതെല്ലാം സജ്ജീകരിച്ചു വെക്കട്ടെ എന്ന് അവിടുന്ന് രാജാവ് ഉത്തരവിട്ടു. അന്നേരം പൂർണ്ണയ്യ പറയുകയാണ്, അഭി താമിൽ കിയാ ജായെ, അഭി താമിൽ കി ജാത്തെ ഹെ, ഇപ്പം തന്നെ അതൊക്കെ നടപ്പിലാക്കാൻ പോവുകയാണ് രാജാവേ, നിങ്ങൾ സങ്കടപ്പെടേണ്ട, എല്ലാം രാജാവ് പറയുന്നതെല്ലാം നടപ്പിലാക്കപ്പെടുമെന്ന് പൂർണ്ണയ്യ അവിടുന്ന് പറയുകയാണ്. അങ്ങനെ ഇനിയാണ് രംഗങ്ങൾ ഒന്നുകൂടെ പ്രശ്നം കലുഷിതമായി തീരാൻ പോകുന്നത്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നീടുള്ള ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. ബാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.